പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വീണ്ടും അനുഗ്രഹീതമായ നല്ല പ്രഭാതം. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. അതിന് അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് ആമേൻ പറഞ്ഞു. ആമേൻ. അതായത് യേശു പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ട് ആമേൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് അസാധ്യമാണെന്ന്, മനുഷ്യർക്ക് അസാധ്യമാണെന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് കഴിയും. ആ സംഭവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പണത്തോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യനെ ദൈവം കർത്താവ് തന്നെ അവനെ നേരെയാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അത് 18-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കണം, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു പറയുക, നീ കൽപ്പനകളൊക്കെ പാലിക്കുക, നീ അപ്പോൾ ഉടനെ ഭയങ്കര ഗമയിൽ, ഞാൻ കർത്താവേ നിൻ്റെ 10 കൽപ്പന ഞാൻ ചെറുപ്പം മുതൽ പാലിക്കുക. പക്ഷേ ആ ചെറുപ്പം മുതൽ ആ കൽപ്പനകൾ പാലിക്കുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റേതായ വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ. കർത്താവ് പറയാം, മോനെ നിൻ്റേതായ വഴിക്ക് പോയാൽ നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റത്തില്ല. നിൻ്റെ ഹൃദയത്തിനകത്ത് നീ പ്രമാണിയാ, നീ ധനവാനാണ്, പക്ഷേ ഇത് മൊത്തം നിൻ്റെ ഹൃദയത്തിനകത്ത്. രാവിലെ എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാ. രാവിലെ എഴുന്നേറ്റ് നീ ഭയങ്കര രീതിയിൽ ന്യായപ്രവണമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നീ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ എങ്ങനെ ആരെ ചതിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതി നീ ആയിരിക്കുക അല്ലേ? എൻ്റെ കൂടെ നീ വരാൻ ആഗ്രഹിക്കുന്നോ? നിന്റെ ഹൃദയത്തിൽ നിന്ന് അത് പോകണം മോനെ. ഒരു കാര്യം ചെയ്യും, അത് പോകാനായിട്ട് ഒരു കാര്യം ചെയ്യാം. നിന്റെ സമ്പത്ത് ഒരു കാര്യം ചെയ്യും, നീ വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കും. ഒത്തിരി പാവപ്പെട്ടവരുണ്ട്, ഒരു രൂപ പോലും കയ്യിലില്ലാത്ത ഒത്തിരി പേരുണ്ട്. നീ അവർക്കത് കൊടുത്തിട്ട് വാ. ഞാൻ ആ സമ്പന്നൻ, എൻ്റെ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ആത്മീക സമ്പത്തുണ്ട്, ആ സമ്പത്ത് നിനക്ക് ഞാൻ തരാം. പക്ഷേ ഈ കാര്യം നീ ചെയ്തിട്ട് വേണം വരാൻ. ഈ കാര്യം നീ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ കൂടെ നിന്നെ കൂട്ടാം. അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ദുഃഖിതനായിട്ട് അവൻ കർത്താവിനെ വിട്ടിട്ട് പോയി. ഉടനെ ശിഷ്യന്മാർ ചോദിക്കുക, കർത്താവേ, പൈസ ഉള്ളവർക്ക് നിന്റെ സന്നിധി വരാൻ പറ്റത്തില്ലേ? നിന്റെ സ്വർഗരാജ്യത്തിൽ വരാൻ പറ്റത്തില്ലേ? കർത്താവേ, മക്കളെ നിങ്ങളെന്തോ വിചാരിക്കും? നിങ്ങൾ ഇത്ര നാൾ എൻ്റെ കൂടെ നടന്നിട്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് സമ്പത്തിന് പ്രാധാന്യം കൊടുത്ത്, പണത്തിന് പ്രാധാന്യം കൊടുത്ത് നടക്കുന്നവർക്ക് എൻ്റെ കൂടെ വരാനായിട്ട് പറ്റത്തില്ല, എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഹൃദയം അങ്ങോട്ട് പോകും, ഇടയ്ക്കിടയ്ക്ക് അവരുടെ ചിന്ത അങ്ങോട്ട് പോകും. അത് പാടില്ല. ഹല്ലേലൂയ. ഉടനെ ആമേൻ കേട്ടവർ പറയുന്ന പദമുണ്ടേ, എന്നാൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും? കർത്താവ് ഉടനെ പറഞ്ഞത് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ച്, മനുഷ്യർക്ക് അസാധ്യമാ, പക്ഷേ ദൈവത്തിന് സാധ്യമാ. എന്ന് വെച്ചാൽ സറണ്ടറായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ സകലവും നീ അർപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ നടത്തും. പ്രിയ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ ദൈവം നമ്മളെ നടത്തിയില്ലേ? എത്ര ശ്രേഷ്ഠകരമായിട്ട് ദൈവം നമ്മളെ നടത്തിയില്ലേ? ഇനിയും നടത്താൻ ദൈവം ശക്തൻ തന്നെയാണ്. ഒന്ന് പറഞ്ഞേ, ഇനിയും നടത്താൻ ദൈവം ശക്തനാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ മോർണിംഗ് മന്ന സന്ദേശം അനേകരുടെ കണ്ണുകളെ തുറക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. സമ്പത്തിൽ ആശ്രയിക്കുകയും അങ്ങേ കർത്താവെ പ്രമാണം കൊണ്ട് അനുസരിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അവർക്ക് ഹൃദയം പൂർണ്ണമായിട്ട് കർത്താവിലേക്ക് കൊടുക്കാൻ ഈ മെസ്സേജ് ഒരു കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവ സാന്നിധ്യം എല്ലാവരും അനുഭവിക്കട്ടെ കർത്താവെ. കൃപയിൽ മറയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗാഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.